ഹായ് ഹലോ അസ്സാം വലൈക്കും. വെൽക്കം ബാക്ക് ടു ഫൈൻ ഫറ. ആദ്യം തന്നെ എല്ലാവരോടും വെരി ഹാപ്പി ഈദ് മുബാറക്ക്. ഇവിടെ ഈദൊക്കെ ആയിട്ട് ഭയങ്കര തിരക്കായിരുന്നു എനിക്ക്, അപ്പോൾ അതുകൊണ്ടാണ് വീഡിയോസൊക്കെ ലേറ്റ് ആയത്. ഇത് ഈദിൻ്റെ തലേ ദിവസം കേട്ടോ, അറഫ നോമ്പിൻ്റെ അന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും നോമ്പുണ്ടായിരുന്നു. അപ്പോൾ ഈവനിങ് പോയിട്ട് നമ്മൾ കുറച്ച് ഈദ് ഷോപ്പിംഗ് ഒക്കെ ചെയ്തു. ഞാനും റിസാൻക്കയും മാത്രമാണ് പോയത്. ഞങ്ങൾ കുറച്ച് ഷോപ്പിംഗ് ഒക്കെ ചെയ്തു. അപ്പോൾ നമ്മൾ വാങ്ങിച്ച സാധനങ്ങളൊക്കെ കുട്ടികൾ ഓരോന്നോരോന്നായിട്ട് കാറിൽ നിന്ന് ഇങ്ങനെ എടുത്ത് കൊണ്ടുവരികയാണ്. ഈ പ്രാവശ്യത്തെ ഈദിന് ഞങ്ങൾക്കൊരു ഗസ്റ്റും കൂടെ ഉണ്ട്. അതായത് എൻ്റെ ഹസ്ബൻഡിൻ്റെ സിസ്റ്ററിൻ്റെ മോളാണ് ഇസ്രൈൻ. അപ്പോൾ ഇസ്രൈനും ഉണ്ട് ഞങ്ങളെ കൂടെ ഈദ് സെലിബ്രേറ്റ് ചെയ്യാൻ ഈ പ്രാവശ്യം. നമ്മൾ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് വന്നപ്പോഴത്തേക്ക് ഏകദേശം ഒരു 5 മണിയൊക്കെ ആയിട്ടുണ്ട്. അപ്പോൾ പിന്നെ വേഗം നോമ്പ് തുറക്കാനുള്ള ഒരു പ്രിപ്പറേഷൻസ് ഒക്കെ തുടങ്ങി. കുട്ടികൾക്ക് നോമ്പൊന്നും ഇല്ലെങ്കിലും നോമ്പ് തുറക്കാനിരിക്കാൻ അവർക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്. അതിൻ്റെ പ്രിപ്പറേഷൻസ് കാണാനും അതിനെ ഹെൽപ്പ് ചെയ്യാനും, പിന്നെ അവർക്ക് നോമ്പില്ലാത്തതുകൊണ്ട് ഹെൽപ്പ് ചെയ്യാനും ഒന്നും കൂടെ ഭയങ്കര ആക്റ്റീവായിരുന്നു. ഫ്രൂട്ട്സ് കട്ട് ചെയ്യാൻ, പിന്നെ അതുപോലെ വെജിറ്റബിൾസ് പീൽ ചെയ്ത് കട്ട് ചെയ്ത് വെക്കാൻ, പിന്നെ എല്ലാ ബോട്ടിലിനും വെള്ളം നിറച്ച് വെക്കാനും, അതുപോലെ ഗ്ലാസും പ്ലേറ്റൊക്കെ എടുത്ത് വെക്കാനും ഒക്കെ ഭയങ്കര ഹെൽപ്പാട്ടോ. അപ്പം അന്ന് നോമ്പ് തുറക്കാൻ ഞങ്ങൾക്ക് നല്ല ഫ്രഷ് ക്രീമൊക്കെ ഒഴിച്ചിട്ടുള്ളൊരു ക്രീമി ചിക്കൻ കറിയും പാലപ്പവും ആയിരുന്നു. പാലപ്പം ഞാൻ ഇൻസ്റ്റൻറ്റ് പൗഡർ വാങ്ങിയിട്ട് അന്നേരം മിക്സ് ചെയ്തുണ്ടാക്കിയതാണ്. പിന്നെ ഇത് സ്വീറ്റ് കോൺ, ഇത് ഇവരുടെ ഫേവറേറ്റ് ആണ്. അത് നോമ്പ് തുറക്കുമ്പോഴത്തേക്ക് കുറച്ചേ ബാക്കി ഉണ്ടായിരുന്നുള്ളൂ, അവരപ്പോഴേ ഫിനിഷ് ചെയ്തു. അങ്ങനെ രാത്രി ആയപ്പോഴത്തേക്കും കൈ നിറയെ മൈലാഞ്ചി ഇട്ടു. അതായത് ഒരു സൈഡും ഇല്ലാണ്ട് അവർക്ക് മൈലാഞ്ചി ഇടണം. ചിലപ്പോൾ എനിക്ക് സമയം കിട്ടുള്ളൂ, ഇല്ലെങ്കിൽ അജുവാണ് എല്ലാവർക്കും മൈലാഞ്ചി ഇട്ട് കൊടുക്കുക. ഞാൻ തീരെ ഇട്ട് കൊടുക്കാണ്ടായിട്ട് അവസാനം അവൾ തന്നെ സ്വന്തമായിട്ട് ഇട്ട് പഠിച്ചതാണ്. ഇത് ഞാൻ ഇട്ടതാട്ടോ, പക്ഷെ എനിക്ക് വലിയ ഇഷ്ടമായിട്ടില്ല. കാരണം ഞാൻ ഉദ്ദേശിച്ച രീതിയിലേക്ക് അത് വന്നിട്ടില്ല. കോണിൻ്റെ ഹോളിൻ്റെ വലുപ്പം ഇത്തിരി കൂടിപ്പോയി. ഈദിൻ്റെ അന്ന് ഞങ്ങൾക്ക് ഈദ്ഗാഹ് രാവിലെ 7:30 കേട്ടോ. അപ്പോൾ രാവിലെ എണീറ്റ് എല്ലാവരും റെഡിയായി. തലേ ദിവസം ഞങ്ങൾ ഡ്രസ്സൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇസ്രൈനും അമ്രക്കും നമ്മൾ സെയിം ടു സെയിം ഡ്രസ്സ് എടുത്തുകൊണ്ട് അവൾ ഈദിനായിട്ട് ഖത്തറിന്ന് വാങ്ങി വന്ന ഡ്രസ്സൊന്നും ഇട്ടില്ല. അമ്രയും അതുപോലെ ഇസ്രൈനും സെയിം ടു സെയിം ഡ്രസ്സൊക്കെ ഇട്ട് ഞങ്ങളെല്ലാവരും കൂടെ മോർണിംഗ് ഒരു 7 o'clock ആയപ്പോഴേ റെഡിയായി നേരെ പള്ളിയിലേക്ക് വിട്ടു. പള്ളിയിൽ ഇപ്രാവശ്യം ഈ ഒരു മഴേൻ്റെ ഒക്കെ പ്രശ്നം ഉണ്ടായതുകൊണ്ട് ഈദ്ഗാഹില്ല, മറ്റേത് ഗ്രൗണ്ടാണ് ഉണ്ടാവാറ്. അപ്പോൾ നമുക്ക് അകത്തായിരുന്നു, പള്ളീൻ്റെ ഉള്ളിലായിരുന്നു എല്ലാവർക്കും നിസ്കാരത്തിനൊക്കെ സെറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഉള്ളിലാവുമ്പോൾ നമുക്ക് സ്ഥലം ഭയങ്കര ലിമിറ്റഡ് ആയിരിക്കും. അതുകൊണ്ട് നമുക്ക് 7:30 ആണെങ്കിലും നേരത്തെ പോയാലേ ഉള്ളൂ നമുക്ക് അതിൻ്റെ ഉള്ളിൽ സ്പേസ് കിട്ടുക. അങ്ങനെ പോകുന്ന വഴിക്ക് റിസ്വാൻ ഖാൻ്റെ സിസ്റ്ററും ഉണ്ട് പള്ളിയിലേക്ക് എന്ന് പറഞ്ഞപ്പോൾ അവളെയും കൂട്ടാൻ പോയി. അങ്ങനെ നേരത്തെ നമ്മളെല്ലാവരും പള്ളിയിലെത്തിയപ്പോൾ അത്ര ആളുകളൊന്നും എത്തിയിട്ടില്ല, അത്ര ഫില്ലായിട്ടില്ല. നമുക്കെല്ലാവർക്കും ഏകദേശം ഫ്രണ്ടിൽ തന്നെ സ്പേസ് കിട്ടി. പള്ളീൻ്റെ ബാക്കിൽ ഇതുപോലെ വലിയ ഗ്രൗണ്ടാട്ടോ. ഈ ഗ്രൗണ്ടിൽ വെച്ചിട്ടാണ് അറവും കാര്യങ്ങളൊക്കെ നടക്കുകയും അതിൻ്റെ പാക്കിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അങ്ങനെ ഞങ്ങൾ പെരുന്നാൾ നിസ്കാരമൊക്കെ കഴിഞ്ഞ് മക്കൾക്കൊക്കെ നല്ല ഉറക്കമുണ്ട്, ക്ഷീണമുണ്ട്, അതുപോലെ വിശപ്പുണ്ട്. അപ്പോൾ അവരൊക്കെ ഇങ്ങനെ റെസ്റ്റ്ലെസ് ആയി ഇരിക്കുകയാണ്. കുത്തുബ കേൾക്കാനുള്ള ക്ഷമയൊന്നും അവർക്കില്ല. ഇവിടെ നമ്മളെല്ലാ ഫാമിലീസും, അമ്മായികൾ, പിന്നെ മാമ്മമാരെല്ലാവരും വീടൊക്കെ അടുത്തടുത്താട്ടോ. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും ഈ പള്ളിയിൽ തന്നെ ഉണ്ടാവും. അപ്പോൾ രാവിലെ നമ്മൾ പെരുന്നാൾ നിസ്കാരത്തിന് വന്നാൽ തന്നെ നമുക്ക് എല്ലാവരെയും കാണാം, എല്ലാവരും ഉണ്ടാവും. അതുകൂടാണ്ട് പള്ളിയിൽ സ്ഥിരമായിട്ട് നമ്മൾ കാണുന്ന ഫ്രണ്ട്സ്, പിന്നെ മക്കളുടെ മദ്രസയിലും സ്കൂളിലൊക്കെ പഠിക്കുന്ന ഫ്രണ്ട്സും, അങ്ങനെ കുറേ ആളുകൾ കാണാനും വിഷ് ചെയ്യാനൊക്കെ പറ്റും കേട്ടോ രാവിലെ ഈദ്ഗാഹിന് വരുമ്പോൾ. അങ്ങനെ പള്ളി കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ നേരെ പോയത് ഉപ്പാൻ്റെയും ഉമ്മാൻ്റെയും അടുത്തേക്കാട്ടോ. ഞങ്ങൾ എല്ലാ ഈദും അവിടെ വെച്ചിട്ടാണ് സെലിബ്രേറ്റ് ചെയ്യാറ്. രാവിലെ ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചും ഒക്കെ നമ്മൾ ഒരുമിച്ച് അവിടെ നിന്ന് കഴിക്കും. പിന്നെ അവിടെ അടുത്തടുത്ത് തന്നെ കേട്ടോ എൻ്റെ 2-3 മാമന്മാരെയൊക്കെ വീട്. അപ്പോൾ അവിടെയൊക്കെ കയറും ഇറങ്ങും. ഓരോ വീട്ടിലും അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു സ്പെഷ്യലും ഉണ്ടാവും കേട്ടോ. അധികം ഞങ്ങൾക്ക് പായസമാണ് കിട്ടാറ്. പക്ഷെ പല വെറൈറ്റി പായസം കുടിച്ചിട്ട് വരാം. ചിലയിടത്ത് സേമിയ പായസമായിരിക്കും, പിന്നെ നല്ല ശർക്കര പായസം ഉണ്ടാവും.
പക്ഷെ നമുക്കെന്നും രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് സ്ഥിരമായിട്ട് കുറച്ച് ആളുണ്ടാവും. അതുകൊണ്ട് ഞങ്ങൾ പള്ളി കഴിഞ്ഞാൽ നമ്മളെ വീട്ടിലേക്ക് തന്നെ ഓടി വന്നിട്ട് ബ്രേക്ക്ഫാസ്റ്റൊക്കെ വേഗം സെർവ് ചെയ്യും. പള്ളി കഴിഞ്ഞ് വരുമ്പോഴത്തേക്കും ഞങ്ങളെ മൂത്താപ്പ വീട്ടിലെത്തിയിട്ടുണ്ടാവും. മൂത്താപ്പ എല്ലാ ഈദിനും രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ ഞങ്ങളെ വീട്ടിലെത്തും കേട്ടോ, പള്ളി കഴിഞ്ഞ ഉടനെ. ഇതൊക്കെ ഉമ്മ രാവിലെ എണീറ്റ് പ്രിപ്പയർ ചെയ്യാനാണ് ബ്രേക്ക്ഫാസ്റ്റ്. അല്ലാണ്ട് പള്ളിയിൽ പോയി വന്നാൽ ഇതൊന്നും പ്രിപ്പയർ ചെയ്യാനുള്ള ടൈം ഉണ്ടാവില്ല. പിന്നെ ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ടാണ് അടുത്തുള്ള വീടുകളിലും പിന്നെ ഞങ്ങളെ റിലേറ്റീവ്സിൻ്റെ വീട്ടിലേക്കൊക്കെ വിസിറ്റ് ചെയ്യാൻ പോകല്. അങ്ങനെ ഉപ്പൊക്കെ പള്ളിയിലേക്ക് പോകുന്നതിന് മുന്നേ നമ്മൾ ഈ ഡ്രസ്സിൽ എല്ലാവരും കൂടെ ഒരുമിച്ച് നിന്ന് കുറേ ഫോട്ടോസൊക്കെ ക്ലിക്ക് ചെയ്ത് ഉമ്മ ലഞ്ച് പ്രിപ്പയർ ചെയ്യാൻ പോയി. കുട്ടികളും അതുപോലെ റിസ്വാൻക, ഉപ്പ അവരെല്ലാവരും അറവ് നടക്കുന്നിടത്തേക്ക്, അതായത് പള്ളിയിലേക്ക് പോയി. അപ്പോൾ പിന്നെ റിലേറ്റീവ്സിൻ്റെ വീട്ടിലേക്കൊക്കെ ഞാൻ തന്നെ വണ്ടി എടുത്തിട്ട് അങ്ങനെ പോയി. ഇതെൻ്റെ അമ്മായിൻ്റെ വീടാട്ടോ, ഇതെൻ്റെ വീടിൻ്റെ അടുത്ത് തന്നെയാണ്. വയറ് ഫുള്ളായതുകൊണ്ട് ഞാൻ ചായ കാര്യങ്ങളൊന്നും കഴിച്ചില്ല. പക്ഷേ അമ്മായിൻ്റെ നല്ല അടിപൊളി സമൂസ ഉണ്ടായിരുന്നു, അത് കഴിച്ചു. പിന്നെ ഞാൻ എൻ്റെ മാമൻ്റെ വീട്ടിലേക്കാണ് പോയത്. അവിടെ നിന്നും ഒരു ഗ്ലാസ് സേമിയ പായസം കുടിച്ചു. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോഴത്തേക്ക് വയറ് ഫുള്ളായിട്ടോ, ഇനിയൊരു പായസത്തിനുള്ള സ്ഥലമില്ല. അങ്ങനെ അടുത്ത വീട്ടിൽ, മാമൻ്റെ വീട്ടിൽ ഞാൻ പോയപ്പോഴത്തേക്കിനും ഞാൻ പറഞ്ഞു ഇനി എനിക്ക് പായസം ഒന്നും വേണ്ട, ഫുള്ളായി. അവിടെ നിന്നൊരു വലിയ ഗ്ലാസ് വെള്ളം കുടിച്ചു. നല്ല ചൂടുണ്ടായിരുന്നു കേട്ടോ അന്ന്. ഉച്ച സമയം ഏകദേശം 12 മണിയായിട്ടുണ്ട്. അങ്ങനെ എല്ലായിടത്തും കയറി ഞാൻ അത്യാവശ്യം ടൈം സ്പെൻഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. മറ്റേത് ഞാനും റിസ്വാൻകയും കൂടെ പോകുമ്പോൾ ഒരു 5 മിനിറ്റ് കഴിഞ്ഞാൽ പോവാന്ന് പറഞ്ഞിട്ട് എന്നെ വേഗം ഇറക്കും. ഇത് ഞാൻ ഒറ്റയ്ക്ക് പോയതുകൊണ്ട് കുറേ നേരം അവിടേക്ക് ഇരുന്ന് സംസാരിച്ച് ഞാൻ തിരിച്ച് വീട്ടിലെത്തിയപ്പോൾ ഒരുപാട് സമയമായി. അപ്പോഴത്തേക്ക് ഉമ്മ എൻ്റെ ലഞ്ച് പ്രിപ്പറേഷനൊക്കെ ഏകദേശം തീരാനയക്കുന്നു. ഗുൽനാസ് നല്ല കാരമൽ സേമിയ പായസം ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ഏകദേശം എല്ലാ പണിയും തീർന്നിട്ടുണ്ട്. ഇവൻ പാത്രങ്ങളൊക്കെ വൃത്തിയാക്കി കഴുകി സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി ബാക്കിയുള്ളത് സാലഡിന് കട്ട് ചെയ്യാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അങ്ങനെ സാലഡിനുള്ള വെജിറ്റബിൾസൊക്കെ എടുത്ത് ഞാനെല്ലാം കട്ട് ചെയ്ത് സെറ്റാക്കി വെച്ചു. ആ സമയത്താണ് എല്ലാവരും നമ്മൾ സിറ്റ് ഔട്ടിൽ ഇരിക്കുമ്പോൾ അവിടെ നിന്ന് എന്തൊക്കെയോ ബഹളം കേൾക്കുന്നത്. അപ്പോൾ അവിടെ പോയി നോക്കിയപ്പോൾ അവിടെ 2-3 ടൈലൊക്കെ പൊട്ടിക്കിടക്കുന്നുണ്ടായിരുന്നു. ആ പൊട്ടിക്കിടക്കുന്ന ടൈല് വീണ് നമുക്ക് മുറിവ് പറ്റണ്ട വിചാരിച്ചിട്ട് തട്ടി നോക്കുമ്പോൾ അതിനകത്തൊരു പാമ്പ്. ഇതിൽ കാണുന്ന ഒരു ചെറിയ പാമ്പാണ്, പക്ഷേ എല്ലാവരും പറഞ്ഞത് ഭയങ്കര വിഷമുള്ള പാമ്പാന്നാണ്. അതിൻ്റെ പേര് ഞാൻ മറന്നുപോയി, എന്താ വളയപ്പൻ എന്ന് പറഞ്ഞിട്ടൊരു പാമ്പാന്നാണ് പറഞ്ഞത്. ഭയങ്കര വിഷമുള്ള പാമ്പാണ്. ഏതായാലും അത് തട്ടി വീണപ്പോൾ അതിൻ്റെ ഉള്ളിൽ നിന്ന് പാമ്പിനെ കിട്ടി. പാമ്പിനെ കാണാൻ വേണ്ടി വന്ന് നിൽക്കുകയാണ് ഇപ്പം എല്ലാവരും. ഉമ്മ ആകെ വറീഡായിട്ടുണ്ട്. പാമ്പ് ചത്തിട്ടുണ്ട് കേട്ടോ, അതുകൊണ്ടാണ് എല്ലാവരും ഈ ധൈര്യത്തിൽ ഇവിടെ വന്ന് നിൽക്കുന്നത്. അങ്ങനെ ഞാൻ എൻ്റെ വീട്ടിലേക്ക് തന്നെ തിരിച്ചു പോയി. അവിടെ 2-3 പൊതി ബീഫ് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ ഒന്ന് വലിയ പാക്കായി പൊതിയായിട്ടാണ് ഉണ്ടാവുക. അപ്പോൾ ഞങ്ങൾ ചെറിയ പോർഷൻസ് ആക്കിയിട്ടാണ് ഞാൻ ഫ്രിഡ്ജിലേക്ക് വെക്കുക. അപ്പോൾ നമുക്ക് എടുത്തിട്ടുണ്ടാക്കാൻ സുഖം. അങ്ങനെ കവറൊക്കെ തുറന്ന് ഞാനിങ്ങനെ സോർട്ട് ഔട്ട് ചെയ്ത് വെക്കുമായിരുന്നു. അപ്പോൾ അതിൽ കുറേ തുണ്ട് കഷ്ണങ്ങൾ, അതായത് എല്ലില്ലാത്ത കഷ്ണങ്ങൾ കണ്ടപ്പോൾ ഞാൻ കുറച്ച് ചുക്കപ്പം വാങ്ങിയിട്ടുണ്ടായിരുന്നു. എന്തായാലും പെരുന്നാളല്ലേ, നമുക്ക് ബീഫൊക്കെ കിട്ടുമല്ലോ. അപ്പോൾ അതിലത്തെ തുണ്ട് കഷ്ണങ്ങളൊക്കെ എടുത്ത് ചെറിയതാക്കി കട്ട് ചെയ്തിട്ട് അതിലേക്ക് മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടി, പിന്നെ മുളക് പൊടി, പിന്നെ കുറച്ച് ജീരകപ്പൊടി, പിന്നെ നല്ല വെളിച്ചെണ്ണ, ഇതെല്ലാം കൂടെ ഇട്ടിട്ട്, ഇഞ്ചി വെളുത്തുള്ളി ഒന്നും ഇട്ടിട്ടില്ല കേട്ടോ, ഇത്തിരി ഉപ്പും പാകത്തിനുള്ള ഉപ്പും ഇട്ടിട്ട്, വെള്ളമൊന്നും എക്സ്ട്രാ ഒഴിച്ചിട്ടേ ഇല്ല, അതിലുള്ള വെള്ളം തന്നെ ഉണ്ടായിരുന്നു. അപ്പോൾ നല്ലോണം മിക്സ് ചെയ്തിട്ട് ഞാൻ കുക്കറിൽ വെച്ചു. അപ്പോൾ ഫ്രിഡ്ജിൽ വെക്കാണ്ട് ആ ഫ്രഷ് ആയിട്ടുള്ള മീറ്റിൻ്റെ ടേസ്റ്റ് ഒരു വേറെ തന്നെ ആയിരിക്കുമല്ലോ. അങ്ങനെ ഒന്ന് ടേസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് എല്ലാം മിക്സ് ചെയ്ത് സ്റ്റൗവിലേക്ക് വെച്ചു. ആദ്യം നല്ല ഫുൾ ഫ്ലെയിമിലാണ് വെച്ചത്. ഫുൾ ഫ്ലെയിമിൽ വെച്ചിട്ട് ഇത് നല്ലോണം തിളച്ച് നല്ലോണം ബോയിലായിട്ട് തുടങ്ങുമ്പോൾ അതിൻ്റെ വെള്ളം വരും, നല്ലോണം വെള്ളം വരും. അപ്പം അങ്ങനെ ആ വെള്ളം കൂടെ തിളച്ച് തുടങ്ങുമ്പോൾ എന്ത് ചെയ്യുക, കുക്കറിൻ്റെ മൂടി വെക്കുക. വിസിൽ മാറ്റി വെച്ചിട്ട് മൂടിയതിന് ശേഷം വിസിലിടുക. വിസിലിട്ടിട്ട്
ഇത് ചെറിയ തീയിലാണ് വെക്കേണ്ടത്. ചെറിയ തീയിൽ വെച്ച് 2 വിസിൽ വന്നു. 2 വിസിൽ വന്നതിന് ശേഷം ഞാൻ ഓഫ് ചെയ്തു. പിന്നെ അതിൻ്റെ ഫുൾ ചൂടാറുന്ന വരെ ഞാൻ തുറന്നിട്ടേ ഇല്ല കേട്ടോ. ഫുൾ ചൂട് പോയതിന് ശേഷം അതിൻ്റെ ആ ഒരു പ്രഷറൊക്കെ പോയതിന് ശേഷമാണ് ഞാൻ കുക്കർ തുറന്നു നോക്കുമ്പോൾ നല്ല സ്മെല്ലും അതുപോലെ ആ ബീഫിൻ്റെ തന്നെ വെള്ളത്തിൽ കിടന്നിട്ട് നല്ലോണം വെന്തിട്ടുണ്ട്. അപ്പോൾ അത് ഭയങ്കര ഫ്ലേവർഫുള്ളായിരുന്നു. അങ്ങനെ ഞാൻ ആദ്യം ഒരു ഇരുമ്പ് ചട്ടിയിലാണ് ഇട്ടത്. പക്ഷേ അത് വല്ലാണ്ട് പൊടിഞ്ഞു പോവാണ്. നല്ലോണം വെന്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ മെല്ലെ ഒരു നോൺ സ്റ്റിക്കിലേക്ക് മാറ്റി കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കറിവേപ്പില ഇട്ടിട്ട് ആ ബീഫ് നോൺ സ്റ്റിക്കിലേക്ക് ഇട്ട് അങ്ങനെ ചെറിയ ഫ്ലെയിമിൽ, എനിക്ക് കുറേ പണിയുണ്ടായിരുന്നു അന്ന്. കുറച്ച് അധികം ഡ്രസ്സുകൾ ഉണക്കാനും മടക്കി വെക്കാനൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്തൊക്കെ ഇതിങ്ങനെ സ്റ്റൗവിൽ കിടന്ന് നല്ല കടക്കായി, അതായത് നല്ല ഡ്രൈ ആയി. അതിൽ ജ്യൂസൊന്നും ബാക്കിയില്ലാത്ത രീതിയിൽ ഡ്രൈ ആയി. ഇത് ഞാൻ തലേ ദിവസം ഷോപ്പിങ്ങിന് പോയപ്പോൾ വാങ്ങിയ ചുക്കപ്പാണ്. അപ്പോൾ ഈ ചുക്കപ്പും ഈ ബീഫും കൂടെ മിക്സ് ചെയ്ത് വെച്ചാലും നമ്മൾ കുറേ നാൾ വെക്കാം, കേടാവാണ്ടിരിക്കും. അപ്പോൾ അത്രയും പെർഫെക്റ്റ് ആയിട്ട് ഡ്രൈ ആവണം നമ്മുടെ ബീഫ്. പിന്നെ ഒന്നുമില്ല, പിന്നെ ആ ചുക്കപ്പും ബീഫും കൂടെ മിക്സ് ചെയ്യാം. അങ്ങനെ എൻ്റെ എല്ലാ പണികളും വേഗം ഫിനിഷ് ചെയ്തിട്ട് ഞങ്ങൾക്ക് അന്ന് ഈവനിങ് ഒരു ടൂർ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. എൻ്റെ വീട്ടിൽ നിന്നാണ് കേട്ടോ ട്രിപ്പ് പോണത്. എൻ്റെ വീട് കോട്ടക്കലാണ്. ഇതെൻ്റെ ഉപ്പാടെ അനിയൻ, എൻ്റെ എളാപ്പ, പിന്നെ ഇതെൻ്റെ ഉമ്മ. അങ്ങനെ ഞങ്ങൾ ഒരു 30 ആളുണ്ടായിരുന്നു ടോട്ടലി ട്രിപ്പിന്. എൻ്റെ എളാപ്പനെ ഞാൻ വിളിക്കുക കുഞ്ഞിപ്പാന്നാട്ടോ. കുഞ്ഞിപ്പ എന്നെ വിളിച്ചിട്ട് ചോദിച്ചു, നമ്മളൊരു 1 ഡേ ട്രിപ്പിന് പോകുന്നുണ്ട്, 1 ഡേ ലീവ് എടുത്താൽ മതി, നിങ്ങൾ വരുന്നോ എന്ന് ചോദിച്ചപ്പോൾ ഞങ്ങളൊക്കെ ഓക്കെ സെറ്റാണ്, നമ്മൾ റെഡിയാണ് പറഞ്ഞിട്ട് അങ്ങനെയാണ് ഈ ട്രിപ്പിൽ നമ്മളും കൂടുന്നത്. പിന്നെ ഇതൊക്കെയല്ലേ ഒരു രസം. നമ്മൾ എവിടേക്കാണെന്നോ എന്താണെന്നോ ഒന്നും ചോദിച്ചിട്ടോ പറഞ്ഞിട്ടോ ഒന്നുമില്ല. നിങ്ങൾ പോകണ്ടോ? ഞങ്ങളും ഉണ്ട്. നമുക്ക് കയറി ഇരുന്നാൽ മതിയല്ലോ, വേറെ പണിയൊന്നുമില്ലല്ലോ. അപ്പം നമ്മൾ പോകുന്നത് കണ്ണൂരിലേക്കാട്ടോ. അപ്പം ഞങ്ങൾ പറഞ്ഞു, ഞങ്ങൾ അങ്ങോട്ട് കോട്ടക്കലേക്ക് വരുന്നില്ല, നിങ്ങൾ ഈ വഴിയല്ലേ പോവുക, അന്നേരം ഞങ്ങളെ പിക്ക് ചെയ്താൽ മതിയെന്ന്. അപ്പോൾ ഞങ്ങളെ പിക്ക് ചെയ്യാൻ വന്നപ്പോൾ ഏകദേശം മഗ്‌രിബിൻ്റെ ടൈമായി. അങ്ങനെ എല്ലാവരും നമ്മുടെ പള്ളിയിൽ തന്നെ ഇറങ്ങി. എല്ലാവരും മഗ്‌രിബും ഇശാവും ഒക്കെ നിസ്കരിച്ച് എല്ലാവരും ഫ്രഷായി ഞങ്ങൾ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്തു. നമ്മൾ പോണത് കണ്ണൂരിലൊരു റിസോർട്ടിലേക്കാണ്. ബുക്കിങ്സും കാര്യങ്ങളൊക്കെ കുഞ്ഞിപ്പ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ബസ്സിൽ കയറിയതിന് ശേഷം എനിക്ക് ഒരുപാട് വീഡിയോ എടുക്കാനൊന്നും കഴിഞ്ഞിട്ടില്ല. കാരണം ബസ്സിലെ സീറ്റിംഗ് ഒക്കെ കാരണം അത്യാവശ്യം കൺജസ്റ്റഡ് ആണ്. അപ്പോൾ അതുകൊണ്ട് പിന്നെ പിള്ളേരൊക്കെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നതുകൊണ്ട് ഞാൻ വീഡിയോ എടുക്കൽ നിർത്തി. അങ്ങനെ ഞങ്ങൾ കണ്ണൂർ ഞങ്ങളുടെ റിസോർട്ടിൽ എത്തിയപ്പോഴത്തേക്കും രാത്രി ഒരു 11:30-12 മണിയായി കാണണം. അവിടെ എത്തിയതിന് ശേഷം കേട്ടോ ഞങ്ങൾ ഡിന്നറൊക്കെ കഴിച്ചത്. ഡിന്നറെല്ലാം നമുക്കവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ റിസോർട്ട് ഭയങ്കര അടിപൊളിയൊന്നുമല്ല, ഒരു ആവറേജ് ആയിരുന്നു. പിന്നെ പെരുന്നാളൊക്കെ ആയതുകൊണ്ട് അവർക്ക് സ്റ്റാഫ് കുറവായിരുന്നു. അപ്പോൾ സർവീസൊക്കെ കുറച്ചൊരു ആവറേജ് ആയിരുന്നു, അത്ര പോരായിരുന്നു. ഞങ്ങൾ ആക്ച്വലി 5 വില്ലാസ് ആയിരുന്നു ബുക്ക് ചെയ്തിട്ടുള്ളത്. പക്ഷേ ഞങ്ങൾക്ക് 6 റൂമിൻ്റെ ആവശ്യം വന്നു. അങ്ങനെ ഞങ്ങൾക്കൊരു റൂം കിട്ടാനായിട്ട് കുറച്ച് ലേറ്റായി. 5 റൂംസേ അവർ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അവിടെ സ്റ്റാഫിൻ്റെ കുറവും ഉണ്ടായതുകൊണ്ട് പിന്നെ സെറ്റ് ചെയ്ത് വെച്ച റൂം എന്ന് പറഞ്ഞാൽ അവിടുത്തെ ഹണിമൂൺ വില്ലായിരുന്നു. അങ്ങനെ ഞങ്ങൾക്ക് അവിടുത്തെ ഹണിമൂൺ വില്ലാണ് കിട്ടിയത്. പക്ഷേ വെരി അൺഫോർച്ചുനേറ്റ്ലി അവിടുത്തെ AC വർക്ക് ചെയ്യുന്നുണ്ടായിരുന്നില്ല. അതൊരു അടച്ചിട്ട സ്ഥലമായതുകൊണ്ട് കുറച്ച് ഒരു വിങ്ങലും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ അന്നത്തെ ചെറിയൊരു ചാറ്റൽ മഴയൊക്കെ ഉണ്ടായതുകൊണ്ട് ഞങ്ങളങ്ങനെ അഡ്ജസ്റ്റ് ചെയ്ത് അവിടെ കിടന്നു. അപ്പോൾ വില്ലയുടെയും ഞങ്ങളുടെ റൂമിൻ്റെയും അതുപോലെ ഞങ്ങൾ നിന്ന റിസോർട്ടിൻ്റെയൊക്കെ വിശേഷങ്ങളായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. ആൻഡ് ദിസ് ഇസ് ഫറ സൈനിങ് ഓഫ്. ബൈ ബൈ, ടേക്ക് കെയർ, അസ്സലാമു അലൈക്കും.